ഹായ്. ഹലോ. ഗോകു, നമ്മുടെ മലയാളത്തിലെ ഡയറക്ടേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയാം. എല്ലാവരും അല്ല, ഒട്ടുമിക്ക ആൾക്കാരുടെ എന്താണ് അവരുടെ കംഫോർട്ട് സോൺ വിട്ടുള്ള സിനിമകൾ അവർ ചെയ്യാറില്ല. ശരിയാണ്, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം. ഒരുവിധം എല്ലാവരും അവരുടെ കംഫോർട്ട് സോണിലായിരിക്കും നിന്ന് പടങ്ങൾ ചെയ്യുന്നത്. കാരണം അവർ പുറത്തേക്ക് വരല് കുറവായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് കുറെ ഡയറക്ടർമാരുടെ ആ ഒരു ഫീല് വന്നിട്ടുണ്ട്. എക്സാമ്പിൾ ഇപ്പൊ പറയാനാണെങ്കിൽ നമുക്ക് സിദ്ദിഖ് ലാലിനെ തന്നെ പറയാം. പുള്ളി ഒരു കുറെ കോമഡി എന്റർടൈൻമെന്റ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ഗോഡ് ഫാദർ, ഹരിഹര നഗർ, ഇതൊക്കെ പുള്ളിയുടെ സിനിമകളാണ്. പക്ഷെ ഇതൊക്കെ നല്ല കൾട്ട് സിനിമകളാണ്. പക്ഷെ പുള്ളി ആ ഒരു സേഫ് സോണിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ ഒരു മുക്കാഭാഗം കോമഡി, പിന്നെ ചെറിയതായിട്ടുണ്ടെങ്കിലും മാത്രമല്ല. കൂടുതലും പുള്ളി കോമഡിയാണ്. അതുപോലെ തന്നെ സത്യനന്ദിക്കാടിന്റെ പറഞ്ഞാൽ അങ്ങനെ തന്നെ. കാരണം കുറെ പച്ചപ്പ്, ഒരു ഫീൽ ഗുഡ് മൂവി, ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഹാപ്പി എൻഡിങ് ആയിരിക്കും. കാരണം പുള്ളി അങ്ങനത്തെ ഒരു ബേസ് എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും വിചാരിച്ചു പുള്ളിക്ക് ഇത്ര നല്ല റൈറ്ററൊക്കെ അല്ലേ, പുള്ളിക്ക് വെറൈറ്റി ആയിട്ട് ചിന്തിച്ചുകൂടെ. ഇവരിപ്പോ ഇങ്ങനെ എടുക്കുന്നതിന് മാറി വേറെ എടുത്താണ്. പക്ഷെ അങ്ങനെ എടുത്തിട്ടുള്ളവർക്കെല്ലാം അനുഭവം ഫ്ലോപ്പാണ്. കാരണം കംഫോർട്ട് സോണിൽ നിന്ന് മാറി എടുത്തിട്ടുള്ളവരെല്ലാം അനുഭവം ഫ്ലോപ്പാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിലൊന്നും പെടാത്ത ഒരാള്, ഒരു ജമ്മു നമ്മുടെ മലയാള സിനിമയിലുണ്ട്. അതാരാ നിനക്കറിയാം? അതാരാണ്? LJP, ലിജോ ജോസ് പെല്ലിശ്ശേരി. അപ്പൊ ഞങ്ങൾ ഇന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫേവറേറ്റ് സിനിമകൾ എന്നല്ല, ഞങ്ങൾക്ക് ലിജോന്റെ എല്ലാ സിനിമകളും ഫേവറേറ്റ്സ് ആണ്. സോ ഞങ്ങൾ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു അയ. അപ്പോ നമുക്കൊന്ന് ഓർഡറിൽ തന്നെ പറയാം. ഒന്നെന്ന് പറയാം, ഫസ്റ്റത്തെ സിനിമ, ലിജോന്റെ ഫസ്റ്റത്തെ സിനിമ പറയാം. നായകൻ എന്നുള്ള സിനിമയാണ് ലിജോ ജോസിന്റെ ആദ്യത്തെ സിനിമ. 2010 ഇറങ്ങിയ സിനിമയാണ് പുള്ളിയുടെ. 2009 ഇല്ല, 10ലാണ് റിലീസായത് ആ സിനിമ. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദ്രജിത്ത് തിലകരൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. കാരണം ഭയങ്കര രസമായി ആ സിനിമ സമയത്ത്. അത് വിജയിച്ചൊന്നുമില്ല, കാരണം പുതിയ ഡയറക്ടർ ഇങ്ങനത്തെ ഒരു ഒരു റിവെഞ്ച് സ്റ്റോറി എന്ന് പറയാം. ഒരു എന്താ പറയാ, ഒരു കാമായിട്ട് പോകുന്ന ഒരു മൂവിയാണ്. അതായത് അവന്റെ ക്യാരക്ടർ ഇതുവരെ എടുക്കാത്ത ഒരു കഥകളി ആർട്ടിസ്റ്റ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു റിവെഞ്ച് സ്റ്റോറി അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇന്ദ്രജിത്തിന്റെ ഫാമിലിനെ കൊലപ്പെടുത്തിയ ആൾക്കാർക്കെതിരെ റിവെഞ്ചിന് വേണ്ടി പുള്ളി പോകുന്നു, അത്രേ ഉള്ളൂ സ്റ്റോറി. പിന്നെ അടുത്ത സിനിമ, അടുത്തത് നമുക്ക് ഓർഡറിൽ തന്നെ പോകാം. അടുത്തത് നമുക്ക് സിറ്റി ഓഫ് ഗോഡ് പറയാം. അടുത്ത വർഷം ഇറങ്ങിയ സിനിമ. അടുത്ത വർഷം 2011 ഇറങ്ങിയ സിനിമ. 2011 ഇറങ്ങിയ സിനിമ. അത് ആ സിനിമയുടെ പ്രത്യേകത എന്ന് പറയും, നമ്മള് ഹൈപ്പർ ലിങ്ക് സിനിമ എന്ന് പറയും. അപ്പോ ട്രാഫിക് ഒരു ഹൈപ്പർ ലിങ്ക് സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു ഹൈപ്പർ ലിങ്ക് സിനിമയാണ് ട്രാഫിക്. പക്ഷെ അതിനേക്കാൾ ഒരുപാട് മുമ്പിലാണ് ഈ സിനിമ എന്ന് ഞാൻ പറയുള്ളൂ. ഇത് ഹിറ്റായില്ല, പക്ഷെ ഹൈപ്പർ ലിങ്ക് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ്. അടിപൊളിയായിട്ടാണ് പുള്ളിയുടെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ മാക്സിമം അതിൽ പുള്ളി ഇറക്കിയിട്ടുണ്ട്. അത്രയും സ്ട്രഗിൾ അതിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അത്രയും ഭംഗിയായിട്ടാണ്. അതിൽ ആക്ടേഴ്സിനെ പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് ഉണ്ട്, ഇന്ദ്രജിത്ത് ഉണ്ട്, പാർവതി ഉണ്ട്, പിന്നെ നമ്മുടെ രാജീവ് പിള്ള ഉണ്ട്, ആക്ട്രസ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന അവരാണ്. പുള്ളിക്കാരത്തിന്റെ ഡ്രൈവറായിട്ടാണ് പൃഥ്വിരാജ് ആ സിനിമയിൽ വരുന്നത്. ഒരു ഗംഭീര സിനിമയാണ്. അത് ആ സമയത്ത് ക്ലിക്കായില്ല. ഇപ്പൊ അതിനൊരു കൾട്ട് ഫോളോയിങ് ഉണ്ട് ശരിക്കും. കാരണം ഒരു സിംഗിൾ ഷോട്ട് ഒരു ഫൈറ്റ് ഉണ്ട്, അതിൽ ഒരു സ്റ്റെയർ കേസിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഫൈറ്റ് ഉണ്ട്. എന്റെ പോലും ആ സമയത്ത് ഞാൻ അത് കാണുമ്പോ എന്താ പറയാ, ഇങ്ങനെയും സിനിമ ചെയ്യാന്നുള്ള രീതി നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഹൈപ്പർ ലിങ്ക് പരിപാടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് പുള്ളിയാണെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ട്രാഫിക്കിനെ മറന്നുകൊണ്ട് പറയണല്ല, സ്റ്റിൽ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി നല്ലോണം അത് വർക്ക്ഔട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്ത പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിജോ ജോസിന്റെ ആ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയില്ലേ, ആ ഒരു സിനിമയാണ്. എനിക്ക് ഞാനും ഇവിടെ അറിയിച്ച ഒരു സിനിമയാണ് ആമേ. 2013 ആ സിനിമ ഇറങ്ങിയിട്ടില്ല. ഞാനൊരു 2-3 തവണ അടുപ്പിച്ച് തിയേറ്ററിൽ കണ്ട സിനിമ. അത് ഒരു എന്താ പറയുക, ഫാന്റസി മ്യൂസിക്കൽ ഡ്രാമയാണ്. നമ്മൾ മ്യൂസിക്കൽ ഡ്രാമ ഒന്നും അധികം കണ്ടിട്ടില്ല, കോമഡി മ്യൂസിക്കൽ ഡ്രാമ ഒന്നും നമ്മൾ ഇതായിട്ട് കണ്ടിട്ടില്ല. അതൊരു ഫാന്റസിയാണ്. എന്ന് വെച്ചാൽ കുറെ കളർ ഡ്രസ് ഒന്നും ഇല്ല. അത് ഡ്രസ് കോഡ് തന്നെ എല്ലാവർക്കും ഒരു വിധത്തിലുള്ള അവിടെയുള്ള എല്ലാവർക്കും ഒരേ ഡ്രസ് കോഡാണ്. കുമരംഗിരി ഗ്രാമത്തിലുള്ള അവരാ പുണ്യാളന്റെ പള്ളി, അവിടെ നടക്കുന്ന ആ സംഭവങ്ങൾ ഇത്ര രസമായിട്ടൊരു എന്താ പറയാ, ഒരു സാറ്ററിക്കൽ മൂവി എന്ന് പറയാനുള്ളത്. സാറ്ററാണത്, ഹാസ്യമാണ് ശരിക്കും പറഞ്ഞാല്. എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് പടത്തിൽ. വളരെ നീറ്റായിട്ട് പടം ചെയ്തിട്ടുണ്ട്. എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ മറ്റേ വിട്ട ഒരു സ്റ്റോറി പറയുന്നുണ്ടോ,
അളിവിട്ട കുട്ടി നിന്ദിക്കരുത്, അവരിട്ട് ഇതാക്കിയ തിന്നാമുള്ളൊരു ഡയലോഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഓപ്പൺ ആയിട്ട് പറയാം. എന്തിനായിട്ടും അങ്ങനെ മലയാള സിനിമയിലായാലും പറഞ്ഞു. അതിനെതിരെ ഒരുപാട് വിമർശനം കിട്ടിയിട്ടുണ്ട് പുള്ളിക്ക്. ഒരുപാട് വിമർശനം അതിനു വേണ്ടി മാത്രം കിട്ടിയിട്ടുണ്ട്. ഈ അമേരിയം എന്ന് പറഞ്ഞ സാധനം കൂടുതൽ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ റിവ്യൂല് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാളെടുത്ത ഒരു ഇതുണ്ടല്ലോ, കാരണം ഇത്രയും നാളെ അയാൾ ചെയ്തിരുന്നത്, ഇപ്പൊ നായകനാണെങ്കിലും സിറ്റി ഓഫ് ഗോഡ് ആണെങ്കിലും രണ്ട് ക്രൈമാണ്. അതിൽ നിന്ന് നേരെ ഒരു ജമ്പാണ് ഫാന്റസിയിലേക്ക്. ഫാന്റസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാന്റസി സിനിമകൾ നമ്മള് ഇപ്പൊ പറഞ്ഞ ഫാന്റസി എന്ന് പറഞ്ഞാൽ നമുക്ക് മയത്ത് കുടിച്ചാത്തിലേക്ക് അത് കഴിഞ്ഞ് ഇവിടെ ഇത്രയും ട്രാവൽ ചെയ്ത് 2013 ഒരു സിനിമ വരണമെങ്കിൽ അതിൽ ഇതുവാണ് കൊണ്ടുവന്നത്. ഇതില് മാജിക്കും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് ഫാന്റസി നമ്മൾ പറയുമല്ലോ, നമ്മള് ഇത്ര കോടി രൂപ നമുക്ക് കിട്ടണം അങ്ങനെയൊക്കെ പറഞ്ഞ ഫാന്റസി പറയില്ല. അതുപോലത്തെ ഒരു സംഭവം ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സ്ഥലം. അവിടെ എന്ന് വെച്ചാൽ എല്ലാവരും ക്രിസ്ത്യാനികളും, ആരും ഒരു മുസ്ലിം കൂടി സിനിമയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒറ്റൊരു മുസ്ലിം കൂടും. ക്ലൈമാക്സ് ആ പരിപാടി അടക്കാൻ നമുക്ക് മൈക്കില് അനൗൺസ് ചെയ്യുന്ന അയാൾ മാത്രമേ അവിടെ മുസ്ലിം ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ക്രിസ്ത്യൻ ഇതായിട്ടുള്ളത്. കാരണം എല്ലാവർക്കും ഇതിന് ലിജോ ജോസിനോട് ചോദിച്ചിരുന്നതാണ്. പുള്ളി പറഞ്ഞു വെച്ചാൽ ഞാനതൊന്നും ചിന്തിച്ചിട്ടില്ല. പുള്ളി എല്ലാവർക്കും ഒരു ഡ്രസ് കോഡ് കൊടുത്ത് എല്ലാവർക്കും അത് വേണം. കൂടുതൽ പുള്ളിയുടെ എല്ലാ സിനിമകൾക്കും വിമർശനം കിട്ടണത് ഒരു ക്രിസ്ത്യൻ ബാക്ക്ഡ്രോപ്പിലായിരിക്കും എല്ലാ സിനിമകളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതോ ഒരു ചാനൽ, ഏത് ചാനലാന്ന് ഓർക്കുള്ള ഒരു പത്രമാണ്, അവരൊരു കോളത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ലിജോ ജോസ് ക്രിസ്ത്യാനികളെ കൂടുതൽ സപ്പോർട്ട് ചെയ്താണ് സിനിമകൾ ചെയ്യുന്നത്, അത് പടർത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ. അതിന് പുള്ളി ഒരു സിമ്പിൾ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പുള്ളി നല്ല സിമ്പിൾ ആയിട്ട് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉടച്ചെടുത്താൻ കാരണം തീരൂല. അതുകൊണ്ട് പിന്നെ ഒരു പടം ഇറങ്ങിയെന്ന് പറഞ്ഞാൽ 2015 ഇറങ്ങിയ പടമാണ് ഡബിൾ ബാരൻ എന്ന് പറഞ്ഞിട്ട്. ആ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ അതൊരു ഒന്നൊന്നര സിനിമയാണ്. പിന്നെ എനിക്കും എന്താ ഒരു സ്പൂഫ് സിനിമ പോലത്തെ ഒരു സിനിമയാണ് അല്ലേ? സിനിമ പോലെ സ്പൂഫാണ് ആ സിനിമ. അതായത് നമ്മുടെ മലയാളത്തിൽ ഇപ്പൊ കുറെ ആൾക്കാർ പടം ഇറക്കി പൊട്ടുന്ന സമയത്ത് അത് പറയും സ്പൂഫായിട്ട് നിങ്ങൾ കാണണം എന്നൊക്കെ പറയും. അതുപോലെ അല്ലാണ്ട് ഇത് സ്പൂഫ് മൂവി ആണെന്ന് പറഞ്ഞത് ഇറക്കി. അത് ബോക്സ് ഓഫീസിൽ പരാജയം പോയി അതിനൊരു കൾട്ട് ഫോളോയിങ് ഇപ്പോഴും ഉണ്ട്. ആമേൻ പോലൊരു ഫാന്റസി പടം ചെയ്തിട്ട് നേരെ ചാടണത് ഒരു ഡാർക്ക് കോമഡിയിലേക്കാണ്. അതും ഇതൊന്ന് റിസ്ക് ആണ് സംഭവം. കാരണം പുള്ളി ഒരു വെറൈറ്റി ആയിട്ടുള്ള വേറൊരു സംഭവം എടുക്കുന്നതാണ്. കോൺസെപ്റ്റ് അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ജോൺറ ആരും തൊടാത്തതായിട്ടുള്ള ഒരു സംഭവം. അത് ഇതിലാണെങ്കിലും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അവർക്കെല്ലാം ബാക്ക് സ്റ്റോറി ഉണ്ട്. അതിനിടയിൽ ഇതെല്ലാം കൂടി സ്റ്റിച്ച് ചെയ്ത് അവസാനം ലാസ്റ്റ് ഒരു സ്ഥലത്ത് കൊണ്ടുവരും. ഇത് അവിടെ പ്രിയദർശൻ പടങ്ങൾ പോലെ ഒരു ടച്ച് ഉണ്ട്. നല്ല ഭംഗിയായിട്ട് പുള്ളി അത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്റെ ഏറ്റവും ചിരിപ്പിച്ച ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ആഫ്രിക്കൻ ആക്ടർ ഉണ്ട്. പുള്ളി മലയാളം പറഞ്ഞ സീനാണ്. അത് പടത്തോടെ തന്നെ എഴുതി കാണിക്കും. ഇതില് എല്ലാ പുറത്തുള്ള ആൾക്കാരും മലയാളത്തിൽ സംസാരിക്കും. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും ബ്ലാക്ക് കോമഡി അവിടെ. പിന്നെ ഞാൻ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോണ സിനിമ എന്ന് വെച്ചാല് ഒരു വൺ ഷോട്ട്, ഒരു സിംഗിൾ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഇത് ഇന്നിട്ട് എടുക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. അതിലുള്ള ഇത് പറയുമ്പോ എനിക്ക് എന്തായാലും അതിനെ ക്ലൈമാക്സിൽ പറഞ്ഞേ പറ്റും. ഇതിനകത്ത് ക്ലൈമാക്സിൽ കാണിച്ച കാര്യങ്ങൾ ഒരു 2017 ഇറങ്ങിയാണ്. ഇത് ഒരു രക്ഷയില്ലാന്ന് വെച്ചാല് വൺ ഷോട്ട് എവിടുന്ന തുടങ്ങണത് എവിടുന്നാണോ ഒന്ന് അവസാനിക്കുന്നത് ആ ഷോട്ട്. അത് ഭയങ്കരമായിട്ട് അത് മാത്രമല്ല ഇതിനുള്ള ഒരു ഇപ്പൊ എന്താ പറയാ സിനിമ സ്റ്റോറി ലൈൻ ഉണ്ടല്ലോ, അത് പോകുന്ന ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ട്. ആദ്യം തുടങ്ങാൻ നേരത്ത് പെപ്പയുടെ ക്യാരക്ടർ എന്തായിക്കോ ക്ലൈമാക്സ് അത് പുള്ളി എല്ലാം മാറും. ഒരു ചോരത്തിളപ്പുള്ള ഒരു പയ്യൻ മാറിയിട്ട് അവസാനമാകുമ്പോ ജീവിതം എന്താന്ന് പഠിക്കുന്ന ഒരു ഇതുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 ക്യാരക്ടർ ഉണ്ട്. അവരുടെ പേരെന്താ മറ്റേ വരുന്ന ശരിക്കും പറഞ്ഞാൽ അവരുടെ വരവിലാണ് സിനിമ ഒന്ന് അപ്പാവുന്നത്. ശരിക്കും അതുവരെ ഇവരുടെ മാത്രം ജീവിതമായിട്ട് പോയി ആ ഡബിൾ വാൽ പോലത്തെ ഡാർക്ക് കോമഡി നേരെ പോണത് എവിടേക്കാണ്? ഡ്രാമയിലേക്കാണ്. ആക്ഷൻ ഡ്രാമ മൂവിയിലേക്കാണ് പോകുന്നത്. ആക്ഷനിലേക്കാണ് പുള്ളി കടന്നേക്കുന്നത്. സിംഗിൾ ഷോട്ടിന് പുള്ളി കാണിക്കുന്നത് പരിപാടി എന്റെ പൊന്നോ. എനിക്ക് ആ 11 മിനിറ്റ് ഷോട്ടില്ലേ അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു ഷോട്ട് ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഒരു ചായക്കടയിൽ സംസാരിക്കുന്നത്. അതെ തന്നെ. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇവര് കഴിക്കാൻ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിക്കുമ്പോ ഒരു ഓട്ടോ ദൂരത്ത് ആ ദൂരത്ത് നമുക്ക് കാണാം കയ്യിൽ വടിയായിട്ടാണ്. അവിടുന്ന് ആ ഒരു ഇത് കഴിഞ്ഞിട്ട് നേരെ പിടിച്ചിട്ട് ഇവര് പോലെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സീൻ കഴിഞ്ഞിട്ടാണ് ഇവര് സോൾവ് ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുമല്ലോ. അപ്പൊ അപ്പോഴാണ് മറ്റേ വേറെ ഗ്യാങ് വന്നത്, ഇവരെ കൊല്ലാനായിട്ടുള്ള ഗ്യാങ് അവിടെ വന്ന് നിൽക്കൂലേ. അപ്പൊ ഇവര് അവരെ ചെന്നിട്ട് ഒച്ചയമ്പുകളൊക്കെ ആക്കി കഴിയുമ്പോ ആ സമയത്ത് ഒരു ഷോട്ട് ഉണ്ട്.
രണ്ടുപേരും തല്ലി പിടിച്ചിട്ട് നമ്മളെ തോക്കണ്ടാന്ന് പറഞ്ഞ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ലോങ് ഷോട്ട് ഉണ്ട്. ലോങ് ഷോട്ട്സ് ദൂരത്ത് വെച്ചിട്ട് നമുക്കിത് കാണുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ സാധനം. ഇതിലുള്ള ആൾക്കാരും നമുക്ക് അറിയില്ല, ഇവരൊക്കെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ്. 56 ആർട്ടിസ്റ്റുകളുണ്ട്, പുതിയ ആൾക്കാർ. അവരെ വെച്ചൊരു സിനിമ ഹിറ്റ് ആക്കണമെങ്കിൽ ആലോചിച്ച് പുതിയ ആൾക്കാരാണ്. അങ്ങനെ ഇതിനകത്ത് അങ്ങനെ ഒരു ചെറിയ റോള് തന്നെ ചെമ്പൻ വിനോദ് മാത്രമുണ്ട് നമുക്ക് അറിയാവുന്ന ആള്. അതും ആകെ ആ പാട്ടിനിടയിൽ വന്ന് പുള്ളിയമ്മ വിനോദിനാണ് ഊക്കണുണ്ട് അതിനകത്ത്. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാരും ഒരാൾക്ക് ഒരു ധൈര്യം വേണ്ടേ ഈ ഇങ്ങനത്തെ ഒരു ആൾക്കാരെ വെച്ച് ചെയ്യാന്നോ, അതും ചെമ്പവിനോദ സ്ക്രിപ്റ്റില്. പിന്നെ ഇതിന്റെ മെയിൻ സംഭവിച്ചാൽ ഫുഡ് കാണിക്കുന്ന സിനിമകളുണ്ട്. നമുക്കൊക്കെ വയറ് കാര്യമായിട്ട് പോയ ഒരാളാണെങ്കിൽ സിനിമ കാണുമ്പോൾ നന്നായിട്ട് വിശക്കും. കാരണം അങ്ങനത്തെ രീതിയിൽ ഫുഡ് പ്രസന്റ് ചെയ്യുന്ന രീതിയുണ്ട്. നമുക്കിപ്പോ ഇതിൽ തന്നെ ഒരു ചോദ്യമുണ്ട്, നോൺ വെജ് വെജായിട്ടൊന്നുമില്ല. അപ്പൊ പറയുന്ന ഒരു ഡയലോഗ് പറയും, പോർക്കില് കുറുക്കിടുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ഫ്രണ്ട് നമുക്ക് കാണിക്കുന്നത് വെജ് ഒന്നും ഇല്ല ഇതിനകത്ത്. ഫുഡ് അത് നല്ല രീതിയിൽ ഇവർ കാണിച്ചു തന്നിട്ട് നമുക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത സിനിമ എന്ന് പറയുന്നത് 2018 ഇറങ്ങിയ ഈ മയാവ് എന്നുള്ള സിനിമയാണ്. ഇപ്പൊ ലിജോന്റെ പടങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പടം ചോദിച്ചാൽ ഏതാ പറയുന്നത്? ഈ മയാവ് അല്ലെ? എന്റെ ഏറ്റവും ഫേവറേറ്റ് ഈ മയാവാണ്. കാരണം കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഒരു കടപ്പുറത്തിന്റെ ബാക്ക്ഡ്രോപ്പിൽ, അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ബാക്ക്ഡ്രോപ്പിൽ, മത്സ്യത്തൊഴിലാളികളുടെ ബാക്ക്ഡ്രോപ്പിൽ, ചവിട്ടുനാടകക്കാരുടെ ബാക്ക്ഡ്രോപ്പിൽ, അങ്ങനെ പ്രത്യേകം പറഞ്ഞു അവരുടെ ബാക്ക്ഡ്രോപ്പിൽ ഇത്രയും ചെറിയ മിനിമലായിട്ട് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഇത്രയും ഗംഭീര പടം ചെയ്യാൻ അത് ഇന്ത്യയിൽ ലിജോനെ കൊണ്ട് പറ്റുള്ളൂ. പിന്നെ ഇത്രയും ഗംഭീരമായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഇത് മറ്റേ എന്താ പറയാ, ഈ അച്ഛന്റെ ക്യാരക്ടർ എന്താ, പുള്ളിയുടെ പേരെന്താ, എന്തോ ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്, എന്താണ് കൈനങ്കി തങ്കരാജ്. അത് തന്നെ പുള്ളിയുടെ പേരതാ. പുള്ളിയുടെ ക്യാരക്ടർ അത് ഈ ലിജോന്റെ പ്രത്യേകത എന്ന് പറയാനല്ല, ഒരു ആക്ടറിന്റെ ഏറ്റവും നല്ല വേർഷൻ പുള്ളിക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. കാരണം പുള്ളി ഓരോ ക്യാരക്ടേഴ്സിനെ ഡീൽ ചെയ്യുന്ന രീതി ഉണ്ട്, അത് നല്ല വ്യത്യാസമാണ്. കാരണം ഇപ്പൊ നമ്മുടെ വിനായകനല്ലടാ, ചെമ്പൻ വിനോദ് ആമയിൽ അഭിനയിച്ച ചെമ്പവിനോദിനെല്ലാം ഈ മായാവില് കാണാൻ പറ്റണം. ഈ മായാവിലുള്ള ചെമ്പവിനോദിൽ ഡബിൾ വാറിൽ കാണാൻ പറ്റും. അത്രയും ഡിഫറൻസ്. അങ്ങനെ ക്യാരക്ടേഴ്സിന്റെ ഏറ്റവും നല്ല വെർഷൻ കൊണ്ടുവരാൻ പുള്ളിക്കിനെ കുറിച്ച് സാധിക്കും. അതും ഇങ്ങനെ ഒരു സെറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. വിനായകനെ കുറിച്ച് നീ പറ. എനിക്ക് ഈ സിനിമയിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമുക്ക് വേണ്ട ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് അതാണ് ഈ വിനായകൻ. പുള്ളി എന്ന് വെച്ചാൽ ഒരു മെമ്പറാണ്, ഒരു വാർഡ് മെമ്പർ പോലത്തെ ഒരാളാണ്. പുള്ളി ഇതിനു വേണ്ടി സഹായിക്കാൻ വേണ്ടി പുള്ളിന്റെ ഒരു കോമഡി ഒക്കെ ഉണ്ട്, ഡാർക്ക് കോമഡി ആണ്, ചെറിയ കോമഡി ഒക്കെ ഉണ്ട്. ഫോൺ ചെയ്യണത് സിമ്പിൾ കോമഡിയാണ്. ഫോൺ ചെയ്യുന്ന നേരത്ത് ഇങ്ങനെ പുള്ളിന്റെ ചെമ്പൻ വിനോദിന്റെ അച്ഛന്റെ അനിയത്തിനെ വിളിച്ചു പറഞ്ഞായിരുന്നു. പറയണാണ് നേരിട്ടൊന്നില്ലല്ലോ വിളിക്കാൻ, മരണം വിളിക്കാൻ. അപ്പൊ പറഞ്ഞു ഞാൻ മരിച്ച പറയാൻ വേണ്ടി അല്ല, കല്യാണം വിളിക്കാൻ വേണ്ടി. അതിനിടയിൽ കോമഡി, അങ്ങനെ സംഭവം സീരിയസ് ആയിട്ട് അവിടെ സംഭവം നടക്കാനാണ്. പക്ഷെ അതിനിടയിൽ കോമഡി പുള്ളി പറഞ്ഞു. പിന്നെ പുള്ളിയുടെ പോലീസ് സ്റ്റേഷനിലുള്ള ഒരു കരച്ചിലുണ്ട്. എന്റെ പൊന്നോ, അതൊക്കെ നിങ്ങൾ കാണേണ്ട സിനിമയാണ് ഈ മായ. അടുത്ത വർഷം തന്നെ ഞങ്ങൾ വെച്ച് ഈ മായ പുള്ളിന്റെ ഒരു വിധത്തിലുള്ള അറേഞ്ച് കഴിഞ്ഞു. ഒക്കെ ഒരു കെയോട്ടിക് സിനിമ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സിനിമ ആയിട്ട് പുള്ളി വന്നു. ജല്ലിക്കെട്ട് അതും ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു മൃഗം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു സിനിമ. എന്ത് രസമായിട്ട് ഈ മായാവ് ഒരു ആമയെ പോലെ പോണെങ്കിൽ ജല്ലിക്കെട്ട് ഒരു മുയലാണ്. അത്ര സ്പീഡിലാണ് പണം, ഭയങ്കര സ്പീഡിലും ഒരു കെയോട്ടിക് തന്നെ പറയാം. അവിടെ പ്രശ്നം ഇത് സിമ്പിൾ ആയ കഥയാണ്. പോണെയാണ്. അപ്പൊ അതിനെ പിടിക്കാൻ വേണ്ടി നടക്കുന്ന സംഭവം അത്രേ ഉള്ളൂ. ഇതിന്റെ ഇത് തുടങ്ങാന്ന ഒരു സംഭവം ഉണ്ട്, അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. പണ്ട് ഒരു മനുഷ്യരെ എവല്യൂഷൻ നടക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ഇതില് മനുഷ്യൻ മൃഗമായ സ്റ്റാർട്ടിങ് കാണിക്കുന്നതാണ്. അത് തന്നെയാണ് ക്ലൈമാക്സ് കാണിക്കുന്നത്. മനുഷ്യന്റെ ഉള്ളിൽ മൃഗം ഉണ്ടെന്ന് കാണിക്കുന്ന സിനിമയാണ്. ഗംഭീര സിനിമ. പുറത്ത് പോയിട്ട് ഒരു ഫിലിം ഫെസ്റ്റിവൽ ഇട്ടിട്ട് അവിടെ ചോദിക്കുമ്പോഴാണ് ഞാൻ അപ്പോഴാണ് ആ ഒരു ഇത് കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആ പോത്തിന്റെ VFX ആകെ 2 സീനിൽ ഒരു കിണറിൽ ഒരു ചോട്ടിൽ മാത്രമേ VFX ഉപയോഗിക്കും, ബാക്കി എല്ലാം പ്രാക്ടിക്കൽ എഫക്റ്റ് ആണ്. എങ്ങനെ ചെയ്ത് നമ്മുടെ അരിയാസ്റ്റർ ഇല്ലേ, ഹോളിവുഡ് ഡയറക്ടർ, അയാള് പുള്ളിനെ ഇതൊക്കെ റൂമേഴ്സ് ആണ് എനിക്ക് അറിയില്ല, പുള്ളിനെ കോണ്ടാക്ട് ചെയ്യുന്ന പറഞ്ഞ ലിജോന ഇവര് ഇതെങ്ങനെ ചെയ്ത് പുള്ളിക്ക് ജല്ലിക്കെട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് പുള്ളിനെ മീറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. അത്രയും ഗംഭീര പടം. ഇതിനകത്ത് ആരും നല്ലവരായിട്ട് ആരുമില്ല, എല്ലാവരുടെ മനസ്സിലും
ഡാർക്ക് ഉണ്ടെന്ന് കാണിക്കാനായിട്ടുള്ള സംഭവങ്ങളില്ലാണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഒരു കഷണ്ടത്തിലായിട്ട് ഒരാളുണ്ടായിരുന്നു, ഒരു വാഴ കൃഷി നടത്തുന്ന ഒരു പുള്ളി തെറിയൊന്നും പറയാതിരുന്ന ഒരാളാണ്. അവസാനമായ പുള്ളിന്റെ കയ്യിൽ നിന്നും പോയി പുള്ളിയും കുറെ തെറി പറയും. പുള്ളിയുടെ വായ മൊത്തം ഇത് മൊത്തം ചവിട്ടി ഇതാക്കി കഴിയുമ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് തെറി പറയുന്ന സീനുണ്ട്. എല്ലാവരും ഇതിനകത്ത് നെഗറ്റീവ് ക്യാരക്ടറാണ്. ഒരാൾ പോലും ഇല്ല, എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ്. എല്ലാരും മനുഷ്യന്മാരും ഇങ്ങനെ മൃഗമാണെന്ന സിനിമയാണ്. എനിക്കതാണ് ഈ മയാവുന്ന ഒരു ജമ്പ് വേറൊരു ഡിഫറെന്റ് ജോണറിലേക്കാണ് പോയിരിക്കണം. ഡിഫറെന്റ് ജോണർ എന്ന് മാത്രമല്ല, ആരും തൊടാത്ത, ഇന്ത്യയിൽ ആരും തൊടാത്ത ഒരു ജോണറിലേക്ക് ഓസ്കാറിന് പോയിരുന്നിട്ട് നേരെ ഓസ്കാറിനോട്ടാ പോയത്. അടുത്ത സിനിമ എന്ന് പറയുന്നത്, ഈ സിനിമ 2 തരത്തിലുള്ള ആൾക്കാരാണ് സൃഷ്ടിച്ചത്. ലിജോന്റെ കൂട്ടത്തിൽ തന്നെ 2 ആൾക്കാരെ സൃഷ്ടിച്ചത്. ഈ സിനിമ ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെടുന്നവരും. ഇതിന്റെ നടുക്കായിട്ട് ആരുമില്ല. ഞങ്ങൾ ഈ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഉള്ളത്. കാരണം ആ സിനിമയുടെ പേരാണ് ചുരുളി. 2021 ആ സിനിമ ഇറങ്ങിയത്. മൈൻഡ് വെച്ചിട്ട് കളിക്കും പറഞ്ഞില്ലേ, നമുക്ക് നമ്മളിപ്പോ നോളന്റെ സിനിമകളും മറ്റേ ഇതൊക്കെ പറയുന്നില്ല, മൊമെന്റോ അങ്ങനത്തെ കുറെ സിനിമകൾ മൈൻഡ് വെച്ച് കളിക്കുന്ന കുറെ സിനിമകൾ നമുക്ക് മലയാളത്തിലുണ്ട്. ഇങ്ങനത്തെ സിനിമകൾ എന്ന് കാണിക്കുന്ന സിനിമ പടം പറയാലോ, സത്യം പറഞ്ഞാൽ പടം ഒരു 18+ മൂവിയാണ്. കാരണം ഇതിലുള്ള ക്യാരക്ടേഴ്സ് ഒരുവിധം എല്ലാവരും ബാഡ് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. മോശപ്പെട്ട വാക്കുകളാണ് കൂടുതലും സിനിമയിലുള്ളത്. ഒരു 90% മോശപ്പെട്ട വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. 2 പോലീസുകാർ ഒരു പ്രതിനെ പിടിക്കാനായിട്ട് ഒരു ചെറിയൊരു ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, അതിന് ഒരു തുരുത്ത്, ആ തുരുത്തിലേക്ക് ക്രിമിനൽസ് മാത്രം താമസിക്കുന്ന ഒരു തുരുത്താണെന്നാണ് റൂമേഴ്സ്. അപ്പൊ ആ തുരുത്തിലേക്ക് 2 പോലീസുകാർ അവിടെ വരണേണ് ഒരു പ്രതിനെ പിടിക്കാൻ. ഇതാണ് ഇതിന്റെ മെയിൻ പ്ലോട്ട്. ഇതിന്റെ ഉള്ളിൽ നടക്കണം കുറെ സംഭവങ്ങൾ. അതിനിടയിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ പ്ലോട്ടിൽ നമുക്ക് എവിടെയെങ്കിലും ഏരിയനെ കൊണ്ടുവരാൻ പറ്റും, ടൈം ട്രാവൽ കൊണ്ടുവരാൻ പറ്റും, ഒരു ഫാന്റസി ഹിസ്റ്ററി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇടക്കിടക്ക് പറയുന്നുണ്ട് നിങ്ങളെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ, നമുക്കത് ആദ്യം മനസ്സിലാവില്ല. പിന്നെ നമ്മുടെ ബുദ്ധിനെ വെച്ച് കളിക്കാന്നുള്ളത് പറഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ വെച്ച് കളിക്കാന്നുള്ളത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ജല്ലിക്കെട്ട്. കാരണം ജല്ലിക്കെട്ടല്ല, ചുരുളി. കാരണം നമ്മളിങ്ങനെ ഈ എന്താ പറയാ, ഇപ്പൊ നീ പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ഇന്നതാണ് സംഭവിക്കാൻ നമ്മൾ വിചാരിക്കും, അതായിരിക്കില്ല. അടുത്ത സീനിലേക്ക് വരുമ്പോൾ അത് മാറിയിട്ടുണ്ടാവും. അങ്ങനെ അതിൽ മെയിൻ ആയിട്ട് പറയേണ്ടത് നമ്മുടെ വിനയ് ഫോർട്ടിന്റെ ക്യാരക്ടറാണ്. അയാൾ വരുന്നത് മുതൽ അയാൾ ടേൺ ആവണ ഒരു സീനുണ്ട്, അയാളുടെ ക്യാരക്ടർ ചേഞ്ച് വരുന്ന ഒരു സീനുണ്ട്. അവിടെ ഒരു മിറർ ഷോട്ട് കാണിക്കും. ബേസിക്കലി എല്ലാവരും മിറർ ഷോട്ട് കാണിക്കാനാണ്, എല്ലാ ക്യാരക്ടേഴ്സും കാണിക്കും. ഒരു ആക്ടറിന്റെ ഇതാണ് ഇത്. ആ ഷോട്ടില് വിനയ് ഫോർട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഷോട്ട് കാണിക്കും. അപ്പോൾ ഒരു ഗംഭീര ഒരു സാധനം പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ അത് പറയണത്, എനിക്ക് അത് കാണുമ്പോൾ ഒരു ഗംഭീര സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ഏലിയൻസിനെ മറ്റേ രാത്രി ആവുമ്പോ 2 നടന്നോണത് എന്റെ പൊന്നോ. പക്ഷെ അത് ഡ്രീമാണോ റിയാലിറ്റി ആണോ അത് നമുക്ക് ഒട്ടും പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ് ചുരുളി. നിങ്ങൾക്ക് കാണാൻ സൗകര്യം, അതായത് നിങ്ങൾ ഹെഡ്സെറ്റ് കുത്തി കാണാൻ താല്പര്യമുള്ള ഹെഡ്സെറ്റ് കുത്തി കാണാൻ ഗംഭീര പടമാണ്. അതും ജല്ലിക്കെട്ടിന്റെ ചാടി ചുരുളിയിലേക്കാണ് വന്നേക്കുന്നത്. ചുരുളി എന്ന് പറഞ്ഞാൽ ഒരു സൈഫൈ മൂവിയാണ്. എന്താ പറയാ, ത്രില്ലർ ഇതിൽ നിന്ന് നേരെ ചാടിയേക്കുന്ന സൈഫൈയിലേക്കാണ്. ഇപ്പൊ ഒരുവിധപ്പെട്ട എല്ലാ ജോണേഴ്സ് എല്ലാം അയാൾ തൊട്ടിട്ടുണ്ട്. ഡ്രാമ മുതൽ ഫാന്റസി, സൈഫൈ വരെ അയാൾ തൊട്ട്. അടുത്ത പടമാണ് മമ്മൂട്ടിയുടെ കരിയറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ സിനിമകളുണ്ട്. പക്ഷെ പുള്ളിയുടെ ആക്ടിങ്ങിൽ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ 1-2 എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ പകൽ നേരത്ത് മയക്കം എന്നുള്ള സിനിമയാണ്. ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് മമ്മൂട്ടിയുടെ മുഖം മാത്രമേ ഉള്ളൂ. മമ്മൂട്ടി ആ മിററിൽ നോക്കുന്ന ഒരു സീനുണ്ട്, ആ ഒരു തിരാമാവുന്ന സമയത്ത് ഞാനാണോ ആ മുഖം എന്റെ മനസ്സിലോട്ട് വരുന്നത്. ഈ സിനിമയുടെ പേര് ആ ഷോട്ടാണ് എന്റെ മനസ്സിൽ വരുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒറ്റ ഒരു ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ ഉണ്ട്, ഒരു മരത്തിന്റെ ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ഉണ്ട്. ആ കൊമേഴ്ഷ്യലിൽ എടുത്താന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഒരു പഞ്ചാബി കൊച്ചു ഒരു അഡ്വർടൈസ്മെന്റ് സിമ്പിൾ സ്റ്റോറിയാണ്. പക്ഷെ അത് എടുത്തിട്ട് പുള്ളി കാണിച്ചു വെച്ചാൽ അതിനായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ എന്നാലും അത് തുടങ്ങാൻ നേരത്തെ ആ സീൻ കാണിക്കുന്നുണ്ട്. അതോളൂ സ്റ്റോറി, അത്രോളൂ സ്റ്റോറി. അവസാനം ആകുമ്പോ കൊച്ചു ആ ആൾക്ക് ബോധം വരും, അല്ലാതെ തിരിച്ചു. അതാ പക്ഷെ അതിന്റെ ഇടയിൽ കിടന്ന് കാണിക്കുന്നത് ഇത് ഒറ്റൊരു ദിവസം നടക്കുന്ന സംഭവമാണ്, കുറച്ച് മണിക്കൂറുകൾ നടക്കുന്ന സംഭവമാണ്. ഇതില് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ ഇതിലാകെ ഈ മമ്മൂട്ടി എന്നുള്ള കഥാപാത്രത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരാളാണ്. മരിച്ചു മമ്മൂട്ടി വേറൊരാൾ ആവൂലേ, അയാളുടെ അമ്മ. അമ്മയാണത്. പുള്ളിക്കാരത്തി മാത്രമാണ് ഈ
മമ്മൂട്ടിയുടെ കഥാപാത്രം ഫുള്ള് അക്സെപ്റ്റ് ചെയ്തത്. കാരണം കയറി വരുമ്പോ തന്നെ മമ്മൂട്ടി ആ പുള്ളി സംസാരിച്ചു വരുമ്പോ തന്നെ ആ മകന്റെ പേര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അവിടെ മുതൽ പിന്നെ മമ്മൂട്ടിയുടെ ഒരു അയനാട്ടും സിനിമ അങ്ങോട്ട് കൊണ്ടുപോകും. ഇതിന്റെ ബാക്കിൽ ഫാമിലീസ് എല്ലാവരും കൂടി വരുന്നുണ്ട് മമ്മൂട്ടിനെ അന്വേഷിച്ചത്. മമ്മൂട്ടി പക്ഷെ വേറൊരാളായി. അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടിക്ക് അത് ആ ഒരു ഇതായി കഴിയുമ്പോ പുള്ളി പാലായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഓരോ സ്ഥലത്ത് പോയിട്ട് പാല് കൊടുക്കുമ്പോഴും ആൾക്കാർ റിജക്ട് ചെയ്യണം. ആരാണ് അപ്പൊ മമ്മൂട്ടി പറയാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഇന്ന ആളാണ്, പക്ഷെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം അവർക്ക് ആരാന്ന് അറിയില്ല. അതുപോലെ തന്നെ ചായക്കടയിൽ പോയിട്ട് മമ്മൂട്ടി ഡാൻസ് കളിക്കുന്നത് കളിക്കാനൊക്കെ സംഭവിച്ചില്ലായിരുന്നു. പോയിട്ട് മമ്മൂട്ടി പോയി കഴിയുമ്പോ അവര് ചോദിക്കും ആരാണെന്ന് ചോദിക്കും. എനിക്കറിയില്ല. അങ്ങനെ ഇപ്പൊ നമ്മ കാണുന്ന നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ക്ഷമ വേണം. കാരണം ഇത് ഭയങ്കര ഡ്രാമ, ഭയങ്കര സ്ലോ ആണ് സിനിമ. സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഷോട്ട് മാത്രമേ ഷെയ്ക്കായിട്ട്, ബാക്കി എല്ലാ ഷോട്ടും സ്റ്റാറ്റിക്കാണ്. ക്യാമറ അനക്കാതെ വെച്ചിട്ട് നമ്മൾ ക്ഷമയോടെ ഇരുന്ന് കാണണം. പടത്തിന്റെ പേര് നൻപകൽ നേരത്ത് മയക്കം, അതായത് ഉച്ച സമയത്തുള്ള ഒരു ഉറക്കം. അതാണ് ഈ സിനിമ. ആ സമയത്ത് ഉറങ്ങുന്ന നമ്മൾ കാണുന്ന സ്വപ്നം എന്താണോ അതേപോലെ ഇരിക്കും ഈ സിനിമ. അതങ്ങനെയാണ്. ഇത് ഉറങ്ങി എണീക്കുമ്പോ ഒരു ക്യാരക്ടറായി, അതുപോലെ തന്നെ ഉറങ്ങി എണീക്കുമ്പോ പിന്നെ വേറൊരു ക്യാരക്ടർ തിരിച്ചു പോയതുപോലെ തന്നെ ആയി. പിന്നെ ആ ഷെയ്ക്ക് ചെയ്യുന്ന ഇത് പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്യാരക്ടറിലാണ് ആ ഒരു ഷെയ്ക്ക് കാണിക്കുന്നത്. ആ തല പൊക്കുമ്പോ ഒരു ഷോട്ട് കാണിക്കും, അതിലും മാത്രം അനക്കുള്ളൂ. വേറെ ഒരു വേറെ ഒരു രീതിയിലെ ക്യാമറ അനക്കുന്നത്. ഇത് ആ മമ്മൂട്ടിക്ക് ബോധം വന്ന ശേഷം എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. മമ്മൂട്ടി നേരെ വന്നിട്ട് പോവാന്നിട്ട് ഒരു സിനിമ പടമാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കാണേണ്ട സിനിമയാണ്. കാരണം എന്താ പറയാ, ഒരു വേൾഡ് ക്ലാസ് സിനിമ എന്ന് പറയുന്നത് നമുക്ക് എവിടെ വേണമെങ്കിൽ ഈ സിനിമ കൊണ്ടേ ഇതാക്കാം. നമുക്കൊരു ഞാൻ ശരിക്കും പറയാൻ നാഷണൽ അവാർഡ് പ്രതീക്ഷിച്ചിരുന്ന സിനിമയാണ്. അടുത്തത് ലാസ്റ്റത്തെ പടം എന്ന് പറയാതെ ലാസ്റ്റത്തെ പടം എന്ന് പറഞ്ഞാൽ പുള്ളി ഇനി സിനിമകൾ ചെയ്യും. ഇതുവരെ പുള്ളി ചെയ്തേ ലാസ്റ്റത്തെ പടം മാലിക്കോട്ടെ മാലിക്കൻ. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് 2024 കഴിഞ്ഞ വർഷം നമ്മള് രാവിലെ 7 മണിക്കത്തെ പോയി കണ്ടതാണ്. ഫസ്റ്റ് നമുക്ക് കണ്ടപ്പോ ഒരു തരത്തിലും ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞ ഒരു തരത്തിലും എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മള് ഇത്രയും നാളും കണ്ട ലിജോ, ഇയാള് ജോണസിനെ മാറി പിടിക്കണം. ഇപ്പൊ നമുക്കറിയാവുന്ന ജോണസ് ഒക്കെ തീർന്നു, ഇയാൾ ഇതെന്താ ചെയ്യാൻ പോണെന്നുള്ളൊരു രീതിയിലായിരുന്നു. അപ്പോഴാണ് പുള്ളി മലയക്കോട്ടയും കൊണ്ട് വരുന്നത്. അതും ലാലേട്ടനെ കൊണ്ട് മലയാളത്തിന്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന പറഞ്ഞൊരു ടാഗ് ലൈനാണ് ആ പടം വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പ്രതീക്ഷ ഞങ്ങളെ ഹൈപ്പ് കൂടി ഹൈപ്പിൽ പറഞ്ഞ സിനിമയാണ്. അതാണ് ഈ പടത്തിന് പറഞ്ഞിട്ട് പടം ഫസ്റ്റ് ഞങ്ങളെ കണ്ടപ്പോ എനിക്ക് ഒരു തരത്തിലും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ രണ്ടാമത് റീവാച്ച് ചെയ്യുമ്പോഴാണ് പടം നല്ല ടോപ്പ് നോച്ച് പടം, ലിജോന്റെ ഏറ്റവും സൂപ്പർ പടം എന്നൊന്നും ഞാൻ പറയില്ല. സ്റ്റിൽ ആ പടം നമുക്ക് വെറുത്ത് വാച്ചാണ്. നമ്മൾ ഒരു പ്രാവശ്യം ആ സിനിമ കണ്ടിരിക്കണം. കാരണം ആ സിനിമയുടെ മേക്കിങ്ങിനാണെങ്കിലും ഓരോ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ആ സിനിമ കാണണം. ലാലേട്ടൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടനെ പോലെ തന്നെ അതിൽ വരുന്ന ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിന്റെ സ്റ്റോറി അത് നീ പറ. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ എനിക്ക് ഫസ്റ്റ് സിനിമ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ സേവർ ആയിട്ട് ഇടണം. കാരണം അങ്ങനത്തെ ഇതിൽ ഓരോ ഫ്രെയിമും വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഫ്രെയിമിങ് വെച്ചിട്ട് പുള്ളി മാറിയിരിക്കണേ. അതിൽ കൂടെ ആൾക്കാരെ നടന്നു പോകുന്നത് അറ്റത്തുനിന്ന് തന്നെ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന അങ്ങനെയുള്ള ദൂരത്തുനിന്ന് ഒരു കഴുത ഒരു ഇത് വലിച്ച് അടുത്തോട്ട് ഒരു കഴുത ഇത് വെച്ചിട്ട് കറങ്ങണേ. അപ്പൊ ദൂരത്തുനിന്ന് ഇങ്ങനെ ഒരു വണ്ടിയും ഒരാള് ചെണ്ട കൊട്ടിയിട്ട് വരുന്നത്. അതാണ് ഫസ്റ്റ് ഷോട്ട് തുടങ്ങുന്നത്. നമ്മ ഷോട്ട് കണ്ടപ്പോ തന്നെ സിനിമ വേറെ ലെവലിലെത്തും എന്നുള്ള ചിന്താഗതി നമുക്ക് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ കാരണം നമ്മൾ ഓൾറെഡി ഹൈപ്പിലാണ്. അതും മറ്റേ ഇൻട്രൊഡക്ഷനൊക്കെ മോഹൻലാലിന്റെ എൻട്രി സീനൊക്കെ പറയുമ്പോഴത്തേക്കും തിയേറ്റർ കുലുങ്ങും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലിരിക്കുന്നത്. മോഹൻലാൽ ഇറങ്ങിയ സീനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കള്ളുടിച്ചിട്ട് ആളോ ഇറങ്ങിയിട്ടുള്ള സീനൊക്കെ ഇല്ലേ, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു അനക്കം ഉണ്ടായിരുന്നു തിയേറ്ററിൽ. കാരണം നല്ല ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ ആ ടിനി പാപ്പച്ചനെ അത്രയും തള്ളിയത് കൊണ്ടാണ് പ്രശ്നം പറ്റിയത്. ഇത് സംഭവം സിമ്പിൾ സ്റ്റോറിയാന്ന് വെച്ചാൽ പണ്ട് നമ്മ ഇത് ബാലരമ ഇങ്ങനത്തെ ഇതിലൊക്കെ പറയുന്ന മുത്തശ്ശി കഥകളാണ്. അതിൽ പറയുന്ന പോലെ തന്നെ ഒരു കുസ്തി പിടിക്കുന്ന ബലവാൻ ഓരോ സ്ഥലത്തോട്ട് പോയിട്ട് അവിടുത്തെ ഏറ്റവും ശക്തിയായ ആളെ തോപ്പിച്ച ഇതിന് ഒരു നിയമമുണ്ട്. തോപ്പിക്കുന്ന ആൾക്കാണ് മണ്ണും പെണ്ണും, അങ്ങനത്തെ ഉള്ള ഒരു ഇതുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു നിയമം വെച്ചിട്ട് അവർ ഇങ്ങനെ പോണത്. ഓരോ സ്ഥലത്തേക്കും അവിടത്തെ തോപ്പിക്കും, അടുത്ത സ്ഥലത്തോട്ടും അടുത്ത ആളെ തോപ്പിക്കായിട്ട് അവിടുന്ന് അവരുടെ സ്ഥലവും ഇതൊക്കെ എടുക്കും. അതാണ് സ്റ്റോറി ലൈൻ. സിമ്പിൾ കഥയാണ്. അത് പുള്ളിയുടെ ലിജോയുടെ കൊമേഴ്ഷ്യൽ സിനിമ എങ്ങനെയിരിക്കും എന്ന് ലിജോ കാണിച്ചതാണ്.
കൊമേഴ്സ്യൽ അല്ലല്ലോ അല്ല, പക്ഷേ പോയത് കൊമേഴ്സ്യൽ. പുള്ളി ഇപ്പൊ സിറ്റി ഓഫ് ഗോഡ് പോലെ എടുത്തിരുന്നെങ്കിലോ, നായകൻ പോലെ ഓട്ടെ അങ്കമാലി പോലെ എടുത്തിരുന്നെങ്കിൽ പോലും കുഴപ്പമില്ല. ഇത് നമ്മുടെ നൻപകല് പോലത്തെ ഒരു സിനിമ എടുത്തിട്ട് അങ്കമാലി എന്ന് പറഞ്ഞ വിറ്റ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ഇരുന്നത്. കാരണം പടം സ്ലോയാണ്. നമ്മൾ ക്ഷമയോടെ ഇരുന്നാലും നമുക്ക് ഇത് കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിന്റെ ആ സമയത്തുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഞാൻ കരുതിയത് അടിപൊളി, എന്താ പറയാ, ഭയങ്കര ഫാസ്റ്റ് പേസിൽ പോകുന്ന പടം ഇരിക്കുന്നത്. ലിജോയുടെ പടം കൂടുന്നുള്ളത് നമ്മളപ്പം മറന്നു. ലാലേട്ടന്റെ പടം എന്ന് പറഞ്ഞാണ് നമ്മൾ കയറുന്നത്. അതാണ് നമുക്ക് പറ്റിയ പ്രശ്നം. ലിജോന്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. ലിജോന്റെ പടം തന്നെ നമുക്ക് അതിന്റെ ചെറിയൊരു ടിപ്പ് വരാൻ കാരണം ലാലേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ചെറിയൊരു ടിപ്പ് വരാൻ കാരണം. മോശം പടം എന്ന് ഞാൻ പറയില്ല, അത്ര ഗംഭീര പടം എന്ന് ഞാൻ പറയില്ല. അതിന്റെ നടുക്കായിട്ട് നിൽക്കുന്ന ഒരു പടം. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഈ സിനിമ കൂടി കാണണം. അപ്പോ ഇതുവരെയുള്ള പടങ്ങളെ ലിജോ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഓൾമോസ്റ്റ് എത്ര പടം പറഞ്ഞോ? ഒരു 10 പടങ്ങൾ. 10 സിറ്റി. ഇപ്പൊ നായകൻ, സിറ്റി, ആമീൻ, ഡബിൾ ബാരല്, ഈമായാവും, ജല്ലിക്കെട്ട്, ചുരുളി, മാലക്കുടം. 10 പടങ്ങൾ ഇപ്പൊ പുള്ളി ചെയ്തിട്ടുണ്ട്. 10 പടങ്ങൾ ചെയ്യും. ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ പടം ഉണ്ട്. അത് എപ്പോഴാ ചെയ്യണമെന്ന് അറിയില്ല. അത് ചെയ്യും എന്തായാലും ഫസ്റ്റ് ഡേ പോയി കാണുന്ന 100% ഉറപ്പാണ്. മാലിക്കോട്ടെ വാലിബ കൊണ്ടൊന്നും പുള്ളി ഡൗൺ ആവില്ല. കാരണം പുള്ളിയുടെ ടാഗ് ലൈൻ തന്നെ നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നാണ്. ഇതിന്റെ സെക്കൻഡ് ഉണ്ടോ അതേപോലെ ഇതായിട്ടാണ് നിർത്തിയേക്കുന്നത്. സെക്കൻഡ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. എന്തായാലും ഉണ്ടാവില്ല. അത്രയും പൈസ ഈ പടത്തിന് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ പകുതി വരെ കിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല. അപ്പോ ഇപ്പൊ ഇതാണ് നിങ്ങൾക്ക് ലിജോന്റെ ഫിലിമോഗ്രാഫി. ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നല്ല, ലിജോന്റെ എല്ലാ പടങ്ങളും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഇപ്പൊ പറഞ്ഞ മലൈക്കോട്ടെ വാലിബം വരെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഇനി വരുന്ന സിനിമകളാണ് ഞങ്ങൾ കാണും. കാരണം ഇന്ത്യൻ സിനിമയിൽ, മലയാളം ഞാൻ പറയും, ഇന്ത്യൻ സിനിമയിൽ ഒരു ജമ്മാണ് പുള്ളി തൊടാത്ത ജോണേഴ്സ് ഇല്ല. പുള്ളി ഇനി ഇതേപോലെ ജോണേഴ്സ് ഭേദിച്ച് പുതിയ ജോണേഴ്സിൽ സിനിമകൾ കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഞങ്ങളിപ്പോ ഇത്രയും സിനിമകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വല്ല എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. എന്നാലും നമുക്ക് ഇപ്പൊ തെറ്റെന്തെങ്കിലും വന്നിട്ട് നമ്മൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത കാര്യമാണ്. നമുക്ക് അറിവ് വന്നത് നല്ല കാര്യമാണ്. നമുക്ക് അറിയുന്ന കാര്യമാണ് നമുക്ക് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യം നിങ്ങൾ നമ്മുടെ ഷെയർ ചെയ്യാം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.